ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ മലയാളം മാന്ത്രിക കൽപ്പത്തിലെ അക്കപ്പട വിധി. ഇതിൽ നമ്മൾ കുറച്ച് സംസാരിച്ചു. ഇനിയും അക്കപ്പടം എഴുതാനുള്ള രീതി പറയാം. ഞായറാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി കുളിച്ച് ശുദ്ധവസ്ത്രമെടുത്ത് കിഴക്ക് മുഖമായി സമഭൂമിയിൽ മണ്ഡലം എഴുതി പുഷ്പമിട്ട് ഗുരു ഗണപതി പൂജ ചെയ്ത് മണ്ഡലത്തിൽ തകിട് വെച്ച് ഇഷ്ടദേവതാ പൂജ ചെയ്യണം. അതിനുശേഷം തകിടെടുത്ത് ഗുരുവന്ദനം ചെയ്ത് 16 ഖണ്ഡം വരച്ച് അക്കപ്പടം എഴുതണമെന്നാണ് നിയമം. സാധാരണ രീതിയിലുള്ള അക്കപ്പടത്തിന് 16 ഖണ്ഡങ്ങളുണ്ട്. ഇതിൽ സംഖ്യകൾ ചേർക്കുന്നതിന് ചില ക്രമങ്ങളുണ്ട്. പുറത്തെ കള്ളികൾ 12 രാശികളായി കണക്കാക്കിയാൽ മേടം, കർക്കടകം, തുലാം, മേലെ ധനു, മകരം, തുലാം, മിഥുനം, കുംഭം എന്നീ 8 കള്ളികളിൽ 1 മുതൽ 8 വരെ സംഖ്യകൾ ചേർക്കണം. ഏത് അക്കപ്പടത്തിലും സ്ഥിരമായി എഴുതേണ്ടവയാണിവ. ഈ വിധമാണ് മലയാള അക്കപ്പട നിർമ്മിതി. ഇവയെ ധ്രുവം എന്ന് പറയും. സംഖ്യകൾ മാറ്റാമെങ്കിലും തുടർച്ചയായ സംഖ്യകൾ എഴുതണം. സംഖ്യ എഴുതാത്ത 8 കള്ളികൾ അധ്രുവങ്ങളാണ്. ഇവയിൽ സംഖ്യ എഴുതുന്നത് തുടർച്ചയാവണമെന്നില്ല. ഏത് സംഖ്യയുടെ അക്കപ്പടമാണ് എഴുതേണ്ടതെന്ന് ആദ്യം നിശ്ചയിക്കണം. ആ സംഖ്യയുടെ പകുതി കണ്ട് അതിൽ നിന്നും ഓരോന്നും കുറച്ച് ചിങ്ങം, വൃശ്ചികം, മീനം, കർക്കടത്തിൻ്റെ ഇടത് ഗണം, ഇടവം, കുംഭം, വൃശ്ചികത്തിൻ്റെ മുകൾ, കന്നി എന്നീ കളികൾ ക്രമമായി എഴുതണം. മറ്റു പല വിധത്തിലും അക്കപ്പടം എഴുതാനുള്ള വിധിയുണ്ട്. അത് 1-ൻ്റെ അക്കപ്പടം, 94-ൻ്റെ അക്കപ്പടം, 90-ൻ്റെ അക്കപ്പടം ഒക്കെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. 101-ൻ്റെ, 51-ൻ്റെ, 10-ൻ്റെ, 63-ൻ്റെ അക്കപ്പടം. മാന്ത്രിക ചതുരം. അക്ഷരങ്ങളെ കൊണ്ട് മാന്ത്രിക ചതുരങ്ങളുമുണ്ട്. ഉറക്കത്തിൽ പല്ല് കടിക്കുന്നതിന് ഒരു മാന്ത്രിക ചതുരം. ഏത് മൂർത്തിയെയും അടക്കുവാൻ ശൂലിനിയുടെ മന്ത്രം ചേർത്തിട്ടുള്ള അക്കപ്പടം. ശത്രു സംഹാരത്തിനായി എഴുതി മടിയിൽ വയ്ക്കാൻ ഒരു അക്കപ്പടം. അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന മാന്ത്രിക ചതുരങ്ങളും ഇവ രണ്ടുമല്ലാത്ത കുത്തുകളും വരകളും രൂപങ്ങളും ചേർത്തും മാന്ത്രികർ മാന്ത്രിക ചതുരം തയ്യാറാക്കാറുണ്ട്. ഇത് ദേഹരക്ഷാ യന്ത്രമാണ്. ശൂലിനി യന്ത്രവും ആ വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. വശ്യയന്ത്രം. ചെമ്പുതകിടിൽ എഴുതണം. ഗുരുതി നിറച്ച കുടുക്കയിൽ ഈ യന്ത്രമിട്ട് മറ്റൊരു പാത്രം കൊണ്ട് അടച്ച് അടുപ്പിൽ കുഴിച്ചിട്ട് തീ കത്തിച്ച് ചൂടാക്കണം. എന്നാൽ പോയ പുരുഷൻ വരുമത്രേ. സ്ഥലരക്ഷായന്ത്രം. നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 5 വിധത്തിൽ തയ്യാറാക്കി സ്ഥലദോഷ നിവാരണത്തായി ഭൂമിയിൽ സ്ഥാപിക്കാം. നമശിവായ, യനമ ശിവ, വായന മഷി, ശിവായ നമ, മശിവായന എന്നുള്ളത് പടിഞ്ഞാറും, യനമ ശിവ, വായന മഷി, ശിവായ നമ, മശിവായന, നമ ശിവായ എന്ന് വടക്കും, വായന മഷി, ശിവായ നമ, മശിവായന, നമ ശിവായ, യനമ ശിവ എന്നുള്ള കിഴക്കും, ശിവായ നമ, മശിവായന, നമ ശിവായ, യനമ ശിവ, വായന മഷി എന്നുള്ള തെക്കും, മശിവായന, നമ ശിവായ, യനമ ശിവ, വായന മഷി, ശിവായ നമ എന്ന് മധ്യത്തിലും കുറിച്ചിടണം. ഇതുപോലെ തന്നെ പൂജകൾ ചെയ്തിട്ട് വേണം, മുൻപ് പറഞ്ഞ പോലെ പൂജകൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആകർഷണം. 49 കളിയുള്ള മന്ത്രമാണ്. ചതുരം ആകർഷണത്തിനുള്ളതാണ്. ഇത് ചെമ്പുതകിടിൽ എഴുതി കള്ളിൻ്റെ അടിയിലിട്ടാൽ ആളുകൾ വരുമത്രേ. ചക്രം കൊടുത്തിട്ടുണ്ട്. ഈ വിധം അനേകമായ കാര്യങ്ങൾക്കും പൂർവികർ അനേകം മാന്ത്രിക ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങൾ മലയാളത്തിൽ കാണുന്നില്ല. എങ്കിലും ഓരോ ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾക്ക് ആ കാര്യം നേടാനുള്ള മന്ത്രങ്ങൾ 1008 വീതം ജപിച്ചും പൂജിച്ച് അർച്ചന ചെയ്തും പ്രാണപ്രതിഷ്ഠ ചെയ്ത് ധരിക്കാവുന്നതാണ്. അക്കപ്പട വിവരണം കഴിഞ്ഞു. മരുന്നും മന്ത്രവും. കൊതിക്ക് മന്ത്രിക്കുക. പുളി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊതിക്ക് ജപിച്ചു കൊടുക്കണം. മന്ത്രം മലയാളത്തിൽ 6ാമത് പറഞ്ഞത്. കൈവിഷത്തിന് വയമ്പ്, രുദ്രാക്ഷം, ചന്ദനം എന്നിവ അരച്ച് മന്ത്രം ജപിച്ച് കൈവിഷത്തിന് കൊടുക്കാം. ശരീരകാന്തിക്ക് കദളിപ്പഴം, വെണ്ണ, കൂവനൂറ് എന്നിവ യോജിപ്പിച്ച് പഞ്ചാക്ഷരി ജപിച്ച് സർവാംഗം തേപ്പിച്ച് വെച്ച് കുളിക്കുക. അതിവശ്യം. ഗോരോചനം, താമരയില, അത്തിപ്പൂ, ഞാവൽപ്പൂ, ചന്ദനം എന്നിവ പൊടിച്ച് നെയ്യിൽ മഷിയെടുത്ത് എഴുതുന്നത് അതിവശ്യം. സ്ത്രീവശ്യം, പുരുഷവശ്യം. ഉമ്മത്തം, മയിലുള്ള്, അടവിക്കച്ചോലം, സ്വന്തം രക്തം, പഞ്ചമല ഇവ ഭക്ഷ്യത്തിലും പാനീയത്തിലും കൊടുക്കുക. വശ്യമോഹിനി തിലകം മന്ത്രം ജപിച്ച് തൊടുക. അവിട്ടം നാളിൽ നെന്മേനി വാകയുടെ ഓരോ വേരോ, രേവതി നാളിൽ ആലിൻ വേരോ കയ്യിൽ കെട്ടുക. മറ്റനേകം വശ്യവിധികൾ ഈ ഗ്രന്ഥത്തിൽ ചേർത്ത് നോക്കുക. മലയാള മാന്ത്രിക കൽപ്പം സമാപിച്ചു. നമഃ ശിവായ.